അങ്ങനെ സൂക്ഷിക്കുന്നത് സുനിൽ? അതിനെന്തിനാണ് ഒരു വൈക്കം? കാരണം വലിയ രീതിയിലുള്ള ചർച്ചകൾ നടന്നു, നിരീക്ഷകർ വരുന്നു, രഹസ്യ നിരീക്ഷകർ വരുന്നു, സോഷ്യൽ മാൻഡേറ്റ് നോക്കുന്നു, അങ്ങനെയുള്ള എല്ലാ ചർച്ചകളും കഴിഞ്ഞ ഘടക കക്ഷികളോട് വീണ്ടും കൂടി ആലോചിക്കുന്നു. ഇന്ന് രാവിലെ ലീഗിന്റെ നിർണായക യോഗം ചേർന്നിരുന്നു. ലീഗ് നിലപാട് കോൺഗ്രസ് ഹൈക്കമാൻഡിനെ അറിയിച്ചിട്ടുമുണ്ട്. ഒരൊറ്റ ഫോൺ കോളിലൂടെ ഒരു വാർത്താക്കുറിപ്പ് ഇറക്കിയാൽ തീരാകുന്ന കാര്യമേ ഉള്ളൂ. അതെന്തിനാണ് ഇനിയും വലിച്ചു നീട്ടിക്കൊണ്ടു പോകുന്നത്? എന്തിനാണ് ഇത്തരത്തിൽ സമ്മർദ്ദത്തിലാക്കുന്നത് വോട്ട് ചെയ്ത മനുഷ്യന്മാരെ? ഞാൻ കരുതുന്നത് ഇക്കാര്യത്തിൽ ഇപ്പോഴും ഒരു അവസാന തീരുമാനത്തിലേക്ക് ഹൈക്കമാൻഡ് എത്തിയിട്ടുണ്ടാവില്ല എന്നാണ്. അല്ലെങ്കിൽ പിന്നെ ഏതെങ്കിലും തരത്തിൽ ഈ വാർത്ത ചോർന്ന് അതാത് നേതാക്കൾക്കെങ്കിലും കിട്ടേണ്ടതായിരുന്നു. അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ ഇതുവരെ കിട്ടിയിട്ടില്ല. നമ്മൾ പ്രധാനപ്പെട്ട പല നേതാക്കളുമായും ഇതിനോടകം തന്നെ ബന്ധപ്പെട്ടിട്ടുണ്ട്. അവർക്ക് ആർക്കും ഒരു നിശ്ചയവുമില്ല ഒന്നിനും എന്ന തരത്തിലാണ് അവരുടെ പ്രതികരണവും വരുന്നത്. അവരും ഇങ്ങനെ പ്രതീക്ഷയ്ക്കപ്പുറത്തേക്ക് ഒരു ഉറപ്പും അവർക്ക് കിട്ടിയിട്ടില്ല. അതായത് ഇന്നലെ രാവിലെയോടുകൂടി ചിത്രത്തിൽ അപ്പാടെ മാറ്റം വന്നിട്ടുണ്ട്. അതായത് ഇന്നലെ രാവിലെ വരെ കെ.സി. വേണുഗോപാൽ എന്ന ഒരൊറ്റ പേരിലേക്ക് ഹൈക്കമാൻഡ് എത്തുകയും അതിൻ്റെ ഒരു പ്രഖ്യാപനം നടത്താം എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയും ഒക്കെ ചെയ്തതാണ്. അതിന് പിന്നാലെയാണ് കെ മുരളീധരൻ്റെയും വി.എം. സുധീരൻ്റെയും ഡൽഹി സന്ദർശനം. വി.എം. സുധീരൻ്റെ സന്ദർശനമാണ് അതിൽ ഏറ്റവും നിർണായകമായത്. വി.എം. സുധീരൻ ഏതാണ്ട് 1.5 മണിക്കൂർ നേരമാണ് രാഹുൽ ഗാന്ധിയുമായി സംസാരിക്കുന്നത്. രാഹുൽ ഗാന്ധിയോട് ഈ കേരളത്തിൻ്റെ ഒരു പൊതുവികാരം, UDFൻ്റെ ഒരു പൊതുവികാരം, ബൈ ഇലക്ഷൻ ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ, അങ്ങനെ പല തരത്തിൽ വി.ഡി. സതീശന് അനുകൂലമായ കെ.സി. വേണുഗോപാലിനെതിരായ ഒരു ട്രെൻഡിനെ കുറിച്ച് വളരെ വ്യക്തമായി പറഞ്ഞു. മാത്രമല്ല അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം മുസ്ലിം ലീഗ് എടുക്കുന്ന ഒരു നിലപാട്. ലീഗ് വയനാട്ടിലെ MP കൂടിയാണ് പ്രിയങ്ക ഗാന്ധി. അതുകൊണ്ട് അവിടെ ലീഗ് എടുക്കുന്ന ഒരു നിലപാട് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. വെറും ഒരു നേതാവ് എന്നതിനപ്പുറത്തേക്ക് കേരളത്തിലെ ഘടകകക്ഷി ഘടകകക്ഷികളുടെയൊക്കെ പിന്തുണയോടുകൂടി എല്ലാ UDF സംവിധാനത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് വയനാട്ടിൽ നിന്ന് MP ആയ ആളാണ് പ്രിയങ്ക ഗാന്ധി. അതുകൊണ്ട് പ്രിയങ്ക ഗാന്ധിയെ സംബന്ധിച്ച് അവർക്ക് പൂർണ്ണമായും ഈ ഘടകകക്ഷികളുടെ തീരുമാനത്തെ വെല്ലുവിളിച്ചുകൊണ്ട് തള്ളിക്കളഞ്ഞുകൊണ്ടൊരു തീരുമാനത്തിലേക്ക് പോകാൻ കഴിയാത്ത സാഹചര്യവുമുണ്ട് എന്നതും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അങ്ങനെ അതുപോലെ തന്നെ അതുവരെ ഈ വർക്കിംഗ് പ്രസിഡന്റുമാരടക്കമുള്ള ആളുകളൊക്കെ ഡൽഹിയിലെത്തി പറഞ്ഞിരുന്നത് കെ.സി. വേണുഗോപാലിനെ അനുകൂലിക്കുന്നവരാണവർ. അവരൊക്കെ പറഞ്ഞു കൊടുത്തിരുന്നത് ഇത് കൃത്രിമമായി ഉണ്ടാക്കിയ ഒരു പ്രതിഷേധമാണ്. ഈ കെ.സി. വേണുഗോപാലിന് എതിരായ അല്ലെങ്കിൽ വി.ഡി. സതീശന് അനുകൂലമായ ഒരു തരംഗമൊന്നും കേരളത്തിലില്ല. ഈ പ്രതിഷേധങ്ങളൊക്കെ നിർമ്മിച്ചെടുത്ത പ്രതിഷേധങ്ങളാണ്. അതൊക്കെ ഒരു നിമിഷം കൊണ്ട് പ്രഖ്യാപനം വന്ന അപ്പം അവസാനിക്കും, കെട്ടടങ്ങും. അതിനപ്പുറത്തേക്ക് ഒന്നും സംഭവിക്കാനില്ല. ബൈ ഇലക്ഷനിൽ മത്സരിക്കുന്നത് മുഖ്യമന്ത്രിയാണ്. അതുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ തിരിച്ചടി ഉണ്ടാകാനുള്ള സാധ്യതയില്ല എന്നായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷേ വി.എം. സുധീരനാണ് അതിൻ്റെ ഒരു ക്ലിയർ പിക്ചർ, എന്താണ് കേരളത്തിൻ്റെ ഒരു ക്ലിയർ പിക്ചർ എന്ന് പറഞ്ഞു കൊടുക്കുന്നത്. അതിനൊപ്പം പ്രിയങ്ക ഗാന്ധി ഒരു ടീമിനെ നിയോഗിച്ചിരുന്നു കേരളത്തിൻ്റെ പൾസ് എന്താണെന്ന് അളന്നെടുക്കുന്നതിനായി. അതൊരു സ്വതന്ത്ര PR ഏജൻസിയാണ്. ആ PR ഏജൻസി കൊടുത്ത റിപ്പോർട്ടും പക്ഷേ അത്ര നല്ല റിപ്പോർട്ടായിരുന്നില്ല. കെ.സി. വേണുഗോപാലിനെ സംബന്ധിച്ച് അത് അത്രമേൽ ഗുണകരമായ ഒരു റിപ്പോർട്ടായിരുന്നില്ല. അത് വി.ഡിക്ക് അനുകൂലമായ ഒരു റിപ്പോർട്ടായിരുന്നു. അങ്ങനെ വന്നതോടുകൂടിയാണ് ഈ ഒരു കെ.സി. എന്നുള്ള ഒരൊറ്റ പേരിൽ നിന്ന് വീണ്ടും ഒരു വട്ടം കൂടി ചിന്തിക്കാമെന്ന തീരുമാനത്തിലേക്ക് മറുപക്ഷം എത്തുന്നത്, അല്ലെങ്കിൽ ഹൈക്കമാൻഡ് എത്തുന്നത്. അങ്ങനെയാണ് ഹൈക്കമാൻഡ് കൂടുതൽ ചർച്ചകൾ നടത്തി തീരുമാനം മാറ്റാം എന്നൊരു, അല്ലെങ്കിൽ തീരുമാനത്തിൽ എന്തെങ്കിലും മാറ്റം വരുത്തണമോ എന്ന കാര്യത്തിൽ കുറെ കൂടി ചർച്ച നടത്താം എന്നൊരു ആലോചനയിലേക്ക് കടക്കുന്നത്. അങ്ങനെ പലവട്ടം പല തരത്തിലുള്ള ചർച്ചകൾ പലയിടങ്ങളിലായിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ട്. സോണിയാഗാന്ധിയുമായി ചില നേതാക്കൾ സംസാരിച്ചിട്ടുണ്ട്. അതിനിടയ്ക്ക് സോണിയാഗാന്ധിക്ക് ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായതൊക്കെ നമ്മൾ കണ്ടിരുന്നു. അവർ ആശുപത്രിയിൽ പോകുന്ന സാഹചര്യമുണ്ടായി. പക്ഷെ അവർ തിരികെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. അതിനുശേഷം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി പറയേണ്ടത്, അതിനുശേഷമാണ് ഇപ്പോൾ എല്ലാ തലത്തിലുള്ള ചർച്ചകളും പൂർത്തിയാക്കിയതിനു ശേഷമാണ് ഇപ്പോൾ പാർട്ടി അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയും ഒപ്പം രാഹുൽ ഗാന്ധിയും ഖാർഗെയുടെ ഡൽഹിയിലെ വസതിയിൽ കാണാൻ വേണ്ടി പോകുന്നത്. അവിടെ വെച്ചായിരിക്കും ഇതിൽ ഒരു ഫൈനൽ തീരുമാനം. ഹൂ ഈസ് ദ CM എന്നുള്ള ചോദ്യത്തിന് കൃത്യമായ ഒരു ഉത്തരം അവിടെ നിന്ന് മാത്രമേ ഉണ്ടാകൂ എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതുവരെ ആത്മവിശ്വാസത്തിലാണ്, ഉത്കണ്ഠയിലാണ്, പ്രതീക്ഷയിലാണ് ഒക്കെ കേരളത്തിലെ 3 നേതാക്കളും. എന്തായാലും
ആ തീരുമാനം എന്താണെന്നറിയാനാണ് കേരളം കാത്തിരിക്കുന്നത്. പ്രത്യേകിച്ച് കേരളത്തിൽ കോൺഗ്രസിന് വോട്ട് ചെയ്ത, UDF വോട്ട് ചെയ്ത അണികൾ, അവരുടെ ഘടകകക്ഷികൾ, നേതാക്കൾ, കോൺഗ്രസിന്റെ നേതാക്കൾ, അങ്ങനെ ഏതാണ്ട് എല്ലാ മനുഷ്യരും, ഒരുപക്ഷെ കോൺഗ്രസിന് വോട്ട് ചെയ്യാത്തവരും UDF വോട്ട് ചെയ്യാത്തവരും ഒക്കെ ഒരൊറ്റ ചോദ്യമാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ചോദിച്ചുകൊണ്ടിരിക്കുന്നത്: ആരാണ് മുഖ്യമന്ത്രി, എന്താണ് മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ തീരുമാനമാകാത്തത് എന്ന്. മുഖ്യമന്ത്രി എന്ന് പറയുന്നത് വോട്ട് ചെയ്തവന് മാത്രമല്ലല്ലോ. മുഖ്യമന്ത്രി എന്ന് പറയുന്നത് സ്വാഭാവികമായും എല്ലാവരുടെയും മുഖ്യമന്ത്രിയാണ്. അതുകൊണ്ട് മുഖ്യമന്ത്രി ആരാണെന്ന ആകാംക്ഷ എല്ലാവർക്കും ഉണ്ടാകും. ആ ആകാംക്ഷയുടെ ഉത്തരമാണ് അല്പസമയത്തിനുള്ളിൽ തന്നെ വരാൻ വേണ്ടി പോകുന്നതെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതാരെ തുണയ്ക്കും, ആർക്കനുകൂലമാകുമെന്നതൊരു നിർണായകമായ ഒരു ചോദ്യമാണ്. ഏറ്റവും സീനിയറായ ചെന്നിത്തലയിലേക്ക് അതെത്തുമോ, അതെയോ ഹൈക്കമാൻഡിന്റെ ഏറ്റവും വിശ്വസ്തനായ KC വേണുഗോപാലിനായിരിക്കുമോ ആ നറുക്ക് വീഴുക? അതല്ല, കേരളം വലിയ ജനവികാരമുള്ള ഒരു ടീം UDF നയിച്ച, അതിന്റെ ലീഡറായിരുന്ന, കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജനപ്രീതിയുള്ള നേതാക്കളിൽ ഒരാളായ VD സതീശനിലേക്ക് അന്തിമമായി ആ പേരെത്തുമോ എന്നത് ഒരു ചോദ്യമാണ്. മറ്റൊന്ന്, 2 ടേം എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുമോ എന്ന ചില സംശയങ്ങൾ കൂടി വരുന്നുണ്ട്. അതായത് ആദ്യ 2.5 വർഷം ഒരു നേതാവ്, അടുത്ത 2.5 വർഷം മറ്റൊരാൾ എന്ന തരത്തിലേക്ക് ഒരു ഒത്തുതീർപ്പ് ഫോർമുലയായിരിക്കുമോ ഡൽഹിയിൽ നിന്ന് ഇങ്ങനെ ചുട്ടെടുത്ത് വരിക എന്നതും കൂടി അറിയേണ്ടതുണ്ട്. അങ്ങനെ നിരവധി ആകാംക്ഷകളുണ്ട്. ഇതും അപ്പം ഞാനീ പറഞ്ഞ പോലെ ഇനി 3 പേരൊന്നും അല്ലാതെ അപ്രതീക്ഷിതമായി മറ്റൊരു പേര് കൂടി വന്ന് എല്ലാവർക്കും സ്വീകാര്യനായ മറ്റൊരാളെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് നിർദ്ദേശിക്കുമോ? അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് മലയാളി തേടുന്നത്. അല്പസമയത്തിനുള്ളിൽ തന്നെ ആ നിർണായകമായ തീരുമാനം ഖാർഗെയുടെ വസതിയിൽ നിന്നുണ്ടാകും. അതിന് തൊട്ടു മുമ്പായി തന്നെ അവിടെ നിന്ന് ദീപാദാസ് മുൻഷി, കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി, അവര് ഡൽഹിയിൽ നിന്ന് വിമാനം കയറി കഴിഞ്ഞിട്ടുണ്ട്. അവർ കൂടി കേരളത്തിലേക്ക് വരുന്നു. അവർ കേരളത്തിലേക്ക് എത്തുമ്പോഴേക്കും 6:35 മറ്റോ ആണ് ആ വിമാനം, 6:40 മറ്റോ ആണ് ആ വിമാനം തിരുവനന്തപുരം എയർപോർട്ടിലെ ഡൊമസ്റ്റിക് എയർപോർട്ടിലേക്ക് എത്തുക. അവരവിടെ കാലുകുത്തുന്നതിന് മുമ്പ് തന്നെ ഒരുപക്ഷെ ആരാണ് മുഖ്യമന്ത്രി എന്ന ചോദ്യത്തിന്റെ ഉത്തരം വന്നിട്ടുണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. പിന്നെയുള്ളത് തിരക്കിട്ട നീക്കങ്ങളാണ്. സത്യപ്രതിജ്ഞ അടക്കമുള്ള കാര്യങ്ങൾ നടത്തേണ്ടതുണ്ട്. അത് മുഖ്യമന്ത്രി ആരാണെന്നതനുസരിച്ചായിരിക്കും ഒരുപക്ഷെ ഈ സത്യപ്രതിജ്ഞയുടെ കളറും ആഴവും പടപ്പും ഒക്കെ ഉണ്ടാവുക. ചർച്ചയിലേക്കൊക്കെ എത്താം. കാരണം ഇപ്പോഴും മുഖ്യമന്ത്രി ആരെന്ന പ്രഖ്യാപനം വന്നിട്ടില്ല. ജസ്റ്റ് വെയിറ്റ് ആൻഡ് സീയിൽ കിടക്കുകയാണ് നമ്മൾ ഇപ്പോഴും നിൽക്കുന്നത്.